കരിവള്ളൂരപ്പന് പ്രദേശവാസികൾ കർക്കിടക കാഴ്ച സമർപ്പിച്ചു. ചിരപുരാതനവും അതിപ്രശസ്തവും 108 ശിവാലയങ്ങളിൽ ആചാരാനുഷ്ഠാനങ്ങളിലെ വൈവിധ്യം കൊണ്ടും സവിശേഷ സ്ഥാനം അലങ്കരിക്കുന്ന ക്ഷേത്രമാണ് കരിവള്ളൂർ ശ്രീ മഹാശിവക്ഷേത്രം. ആദിവ്യാധികൾ നിറഞ്ഞ കർക്കിടക മാസത്തിൽ തങ്ങളുടെ ദുരിതങ്ങൾക്ക് അറുതി വരുത്തണം എന്ന പ്രാർത്ഥനയോടുകൂടി ദേശാധിപനായ കരിവള്ളൂരപ്പന് പ്രദേശവാസികൾ കാഴ്ച സമർപ്പിച്ചു. തെക്കരായ കുണിയൻ ശ്രീപറമ്പത്ത് ഭഗവതി ക്ഷേത്രവും വടക്കരായ കരിവള്ളൂർ ശ്രീ വാണിയില്ലം സോമേശ്വരി ക്ഷേത്രവുമാണ് കാഴ്ച സമർപ്പിക്കുന്നത്. മിഥുനം 15 രാവിലെ തന്നെ അണുക്കനും കലശക്കാരന്മാരും കർക്കിടക കാഴ്ചയ്ക്കുള്ള വ്രതം തുടങ്ങും. കരിവള്ളൂരിലെ പ്രമുഖ നായർ തറവാടുകളായ കൊടക്കൽ, പരിയാരത്ത്, പറ്റുവ, പലിയേരി എന്നീ തറവാടുകളിൽ നിന്നാണ് ഓരോ വർഷവും മാറി മാറി അണുക്കൻ സ്ഥാനം വഹിച്ചു വരുന്നത്. സംക്രമത്തിൻ്റെ തലേ ദിവസം വൈകുന്നേരം ചക്ക പറിച്ചെടുക്കുകയും ആർപ്പ് വിളികളോടുകൂടി നെരുവപ്പുറത്തുള്ള നായും പുലിയും വെച്ച മൊട്ടയിൽ എത്തിക്കുകയും അവിടെ അല്പവിശ്രമത്തിനു ശേഷം ചേന്തട്ട തറവാടിലെത്തിക്കുകയും തുടർന്ന് ചേന്തട്ട തറവാട് കിണറ്റിലേക്ക് ചക്ക ഇറക്കുകയും ചെയ്യുന്നു. സംക്രമ ദിവസം രാവിലെ വാണിയില്ലം സോമേശ്വരി ക്ഷേത്രത്തിൽ അടിയന്തരത്തിന് ശേഷം സ്ഥാനികരും ബാല്യക്കാരും ചേന്തട്ട തറവാട്ടിൽ എത്തുകയും ചക്ക കിണറ്റിൽ നിന്ന് എടുത്ത് അപ്യാൽ തറവാട് നാഗത്തിൽ വച്ച് ചക്ക തണ്ടിൽ കെട്ടി എടുത്ത് ആർപ്പ് വിളികളോടും വാദ്യഘോഷത്തോടും കൂടി കാഴ്ച പുറപ്പെടുന്നു. തുടർന്ന് കരിവള്ളൂർ തെരു ശ്രീ മടപ്പള്ളി സോമേശ്വരി ക്ഷേത്രത്തിൽ കാഴ്ചവെച്ചതിന് ശേഷം ശിവക്ഷേത്രത്തിലേക്ക് യാത്ര തിരിക്കുന്നു. ക്ഷേത്രത്തിലെത്തുന്ന കാഴ്ച കിഴക്കേ പടിപ്പുരയുടെ വടക്ക് ഭാഗത്ത് വയ്ക്കുന്നു. സന്ധ്യയ്ക്കാണ് കാഴ്ച സമർപ്പണം നടത്തുന്നത്. തണ്ടിൽ കെട്ടിയ ചക്കകളും അടക്ക, വെറ്റില, തേങ്ങ എന്നിവ അഴിച്ച് കിഴക്കേ നടയിലുള്ള തറയുടെ മുകളിൽ നിരത്തിവയ്ക്കുകയും അണുക്കൻ ഓരോന്നായി അകത്തേക്ക് കയറ്റുകയും ചെയ്യുന്നു. രാവിലെ കാഴ്ചവെക്കുന്നത് മുതൽ വൈകുന്നേരത്തെ സമർപ്പണം വരെ കരിവള്ളൂർ മൂത്ത മണക്കാടൻ, കരിവള്ളൂർ ഇളയ മണക്കാടൻ, കരിവള്ളൂർ വടക്കുംപാടൻ, കരിവള്ളൂർ പെരുമലയൻ എന്നിവരുടെ സാന്നിധ്യവും ക്ഷേത്രത്തിലുണ്ടാകും. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ.